അവര് വളരെ ക്യൂരിയസ് ആയി അവർ പോയി ഇത് കണ്ടു. അവർക്ക് മനസ്സിലായി അവരുടെ ആരുടെയും സഹായമില്ലാതെ ഒരാൾ ആ ഒരു മോഡൽ, ഇന്റർനാഷണൽ മോഡൽ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അദ്ദേഹമായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ ഫിലിം അപ്രിസിയേഷൻ പ്രൊഫസർ. അദ്ദേഹത്തിന്റെ കീഴിലാണ് അടൂരും മണിക്കൗളും എല്ലാവരും സിനിമ എന്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചത്. അടൂർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അന്ന് പ്രൊഫസർ ബഹദൂർ പറയുമായിരുന്നു, സതീഷ് ബഹദൂർ പറയുമായിരുന്നു, നിങ്ങൾ നല്ല സിനിമ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നല്ല സിനിമ ആസ്വദിക്കാൻ കഴിയുന്നവരെ ഉണ്ടാക്കിയെടുക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്. വെൽക്കം ടു ദ ടോക്ക്. താങ്ക് യു. കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ വജ്ര ജൂബിലി ആഘോഷം വരെയാണ് ജൂലൈ 5 തിരുവനന്തപുരത്ത് ആഘോഷമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രലേഖ ഫിലിം സൊസൈറ്റി അടൂർ സർ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടുള്ള അതാണ് കേരളത്തിലെ ഇത്രയും ഫിലിം സൊസൈറ്റികളും ഫിലിം അപ്രീസിയേഷൻ ഈ ഒരു നിലയ്ക്ക് എത്താനും ഉണ്ടായൊരു കാരണം. അതിലേക്ക് നയിച്ച ഫിലിം സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള VK ചെറിയൻ സർ, അദ്ദേഹം സീനിയർ ജേർണലിസ്റ്റ് ആണ്. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളെ കുറിച്ചും ഫിലിംസിനെ കുറിച്ചുമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്തിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എനിക്ക് തോന്നുന്നു ഈ ചിത്രലേഖയുടെ സ്ഥാപനം തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓഫ് കോഴ്സ് ഫിലിം സൊസൈറ്റിയുടെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നമുക്ക് പാനൽ ഫിലിംസോ അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് അവാർഡ് ഫിലിംസ് ഒക്കെ ജനങ്ങളിൽ എത്തുന്നത് ഇപ്പോഴും അതിന് പ്രചരിപ്പിക്കുന്നത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സർ, വെൽക്കം ടു ദ ടോക്ക്. താങ്ക് യു ആശിഷ്. അപ്പൊ ഈ ചിത്രലേഖയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അടൂർ സാറായിട്ട് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പോഴും ആ ഒരു ബന്ധം പുലർത്തുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു തുടക്കം തുടങ്ങി നമുക്ക് സംസാരിച്ചു വരാൻ തോന്നുന്നു. ഞാൻ ചിത്രലേഖയുടെ ഫിലിം സൊസൈറ്റിയുടെ മെമ്പറായിരുന്നു. ചിത്രലേഖയ്ക്ക് 2 ഗ്രൂപ്പ് ഇതുണ്ട്, ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ്, ചിത്രലേഖ ഫിലിം സൊസൈറ്റി. ഞാൻ ചിത്രലേഖയുടെ സൊസൈറ്റി മെമ്പറായിരുന്നു ആസ് എ സ്റ്റുഡൻറ് ഫ്രം 76 to 80 when I was in Trivandrum. അപ്പൊ അന്ന് ചിത്രലേഖയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ 60 വർഷം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ സിനിമ സംസ്കാരത്തെ മാറ്റിമറിച്ച ഒരു മൂവ്മെന്റ് എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ അതുവരെ നമ്മൾക്ക് ഒരു സാഹിത്യകൃതി എടുത്ത് അത് അഭ്രപാളികളിൽ ആക്കി കഴിഞ്ഞാൽ അത് നല്ല സിനിമ എന്ന് പറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മൾ സിനിമയെ കാണുന്നത് സാഹിത്യകൃതിയോ അല്ലെങ്കിൽ നാടകമോ എഴുത്തോ കഥയോ ആയിട്ടല്ല. ഇന്ന് നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് പോകുന്നത്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സംവേദനക്ഷമതയെ കൊണ്ടുവന്നത് ഈ ഒരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമാണ് എന്ന് പറയേണ്ടി വരും. അതിന് കാരണം സിനിമയാണ് മനുഷ്യന്റെ ആദ്യത്തെ ടെക്നോളജിക്കൽ മീഡിയം. ഇന്ന് ടെക്നോളജി മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഉണ്ട്. റീൽസ് മുതൽ സോഷ്യൽ മീഡിയ മുതൽ യൂട്യൂബ് മുതൽ എല്ലാം ഉണ്ട്. പക്ഷെ അന്ന്, അതായത് 60s 70s അങ്ങനെ ഒരു വേറൊരു മീഡിയം ഇല്ല. എല്ലാം സിനിമയായിരുന്നു. ടെക്നോളജി മീഡിയം എന്ന് പറഞ്ഞാൽ സിനിമയായിരുന്നു. അപ്പൊ ആ സിനിമയിൽ ഒത്തിരി എക്സ്പെരിമെന്റൽ നടക്കുന്നുണ്ടായിരുന്നു ലോകമെമ്പാടും. അത് ഇന്ത്യയിൽ അത് ഒരു മാസ് മീഡിയമായിട്ട് ലെനിനെ പോലുള്ളവരും നെഹ്റുവും എല്ലാം ഐഡന്റിഫൈ ചെയ്തു. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്, ഈസിയായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണത്. പിന്നെ ഇത് നമ്മൾ ഇരുട്ടിലിരുന്ന് നിഴലും വെളിച്ചവും തമ്മിലുള്ള ഇതാണ് കാണുന്നത്. അതിനൊരു ഒരു മാസ്മരിക ശക്തി ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ക്രിയേറ്റീവ് പേഴ്സൺസ് ലോകമെമ്പാടും അതിനെ സാഹിത്യമായിട്ടും മറ്റ് കലകളുമായിട്ടും അടുപ്പിക്കാൻ നോക്കി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ പതേർ പാഞ്ചാലി പോലുള്ള ഒരു സിനിമ വന്നത്. ലോകമെമ്പാടും അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ പ്രൊഫസർ ഓഫ് ഫിലിം അപ്രിസിയേഷൻ പ്രൊഫസർ സതീഷ് ബഹദൂർ, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് തന്നെ അദ്ദേഹം ഒരു നല്ല ഫിലിം സൊസൈറ്റി ആഗ്ര സെന്റ് ജോൺസ് കോളേജിൽ നടത്തിയിരുന്നു. അത് ക്ലാസിക്കൽ ഫിലിം സൊസൈറ്റി. പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ നടത്തുന്നത് ഫിലിം സൊസൈറ്റി. പക്ഷെ പുള്ളി എന്ത് ചെയ്തു, ഒരു അക്കാഡമിക് ആയതുകൊണ്ട് പുള്ളി ഒരു ഫിലിമിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കി. എന്താണ് ഈ സിനിമ,
എന്തുകൊണ്ട് നിങ്ങൾ കാണണം, എന്താണ് ഇതിന്റെ കഥ, എന്താണ് ഇതിന്റെ പ്രത്യേകത, അത് ഒരു നോട്ട് സെക്യൂരിറ്റി ചെയ്തിട്ട് കുട്ടികളുടെ ഇടയിൽ കൊടുത്തു. കുട്ടികൾ കാണാൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവരോട് ചർച്ച നടത്തി. അപ്പൊ ഇത് അറിഞ്ഞ് അന്നത്തെ സർക്കാരിന്റെ, ഇന്ത്യൻ സർക്കാരിന്റെ കൺസൾട്ടന്റ് ആയിരുന്ന മേരി സത്തൻ എന്ന ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെർട്ട്, അവര് വളരെ ക്യൂരിയസ് ആയി. അവർ പോയി ഇത് കണ്ടു. അവർക്ക് മനസ്സിലായി അവരുടെ ആരുടെയും സഹായമില്ലാതെ ഒരാൾ ആ ഒരു മോഡൽ, ഇന്റർനാഷണൽ മോഡൽ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അദ്ദേഹമായിരുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ ഫിലിം അപ്രീസിയേഷൻ പ്രൊഫസർ. അദ്ദേഹത്തിന്റെ കീഴിലാണ് അടൂരും മണിക്കൗളും എന്തിനെ 1980 പുള്ളി അദ്ദേഹം റിട്ടയർ ചെയ്ത് 84 വരെ എല്ലാവരും സിനിമ എന്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചത്. അടൂർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് പ്രൊഫസർ ബഹദൂർ പറയുമായിരുന്നു, സതീഷ് ബഹദൂർ പറയുമായിരുന്നു, നിങ്ങൾ നല്ല സിനിമ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നല്ല സിനിമ ആസ്വദിക്കാൻ കഴിയുന്നവരെ ഉണ്ടാക്കിയെടുക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഫിലിം സൊസൈറ്റി നിങ്ങൾ ആവുന്നിടത്ത് നിങ്ങളുടെ ഏരിയയിലൊക്കെ ഫിലിം സൊസൈറ്റി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സിനിമ, നിങ്ങളുടെ തരത്തിലുള്ള സിനിമ ആസ്വദിക്കാൻ ആൾക്കാർക്ക് കഴിയൂ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വ്യവഹാരങ്ങളും നടക്കണമെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം വേണം. അതുകൊണ്ടാണ് അടൂർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ആയിട്ട് ചേർന്ന് നമുക്കൊരു ഫിലിം യൂണിറ്റ്, ചിത്രലേഖ ഫിലിം യൂണിറ്റ് വേണം. അപ്പൊ അത് പുള്ളി അദ്ദേഹം വിചാരിച്ചു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പഠിച്ചുകൊണ്ട് പെട്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനെ കിട്ടും. ഇല്ല, കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഫിലിം സൊസൈറ്റി തിരുവനന്തപുരത്ത് അന്ന് പുള്ളി അടൂർ വർക്ക് ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ റിസർച്ചറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് നാടക രംഗവുമായി ബന്ധങ്ങളുണ്ടായിരുന്നു. നാടകങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നാടകത്തിലെ ആ ഗ്രൂപ്പിനെ അദ്ദേഹം ഒന്ന് ഉണർത്തി. അങ്ങനെയാണ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം. അത് ആദ്യത്തെ ജൂലൈ 5 ഫിലിം സൊസൈറ്റി തിരുവനന്തപുരത്ത് ശ്രീകുമാർ തിയേറ്ററിൽ ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഗവർണർ ഭഗവാൻ സഹായാണ്. അന്ന് എനിക്ക് ഒന്ന് സ്വാഗതം പറഞ്ഞത് TN ഗോവിന്ദൻ നായർ എന്ന നാടകകൃത്താണ്. പിന്നെ വേറൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു. അപ്പൊ അടൂര് കുളത്തൂർ നന്ദി പറഞ്ഞു. അപ്പൊ അടൂര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യൻ ഫിലിം സൊസൈറ്റി തുടങ്ങിയത്. പക്ഷെ ഫിലിം സൊസൈറ്റി കേരളത്തിൽ ഇത്രയും വ്യാപിക്കാനൊരു കാരണം 65 തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഓൾ ഇന്ത്യ എഴുത്തുകാരുടെ സമ്മേളനം, അഖിലേന്ത്യാ എഴുത്തുകാരുടെ സമ്മേളനം ആലുവ മണപ്പുറത്ത് നടന്നു. അതിന്റെ മെയിൻ സ്പോൺസർ MKK നായർ എന്ന FACTയുടെ ഫാക്ടിന്റെ ചെയർമാനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ അഡ്വൈസർ കവിയായിരുന്ന M ഗോവിന്ദനായിരുന്നു. ഗോവിന്ദൻ വളരെ ഉൽപ്രതിഷ്ഠമായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പല രംഗത്തിലെയും മുന്നേറ്റങ്ങളെ പറ്റി നല്ല ബോധമുണ്ടായിരുന്നു. വരുന്ന വായനയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം അടൂരിനെ അദ്ദേഹത്തിന് അറിയായിരുന്നു എന്തോ തോന്നുന്നു. ഫിലിം സൊസൈറ്റി തുടങ്ങിയെന്ന് കേട്ടപ്പോൾ അടൂരിനെ വിളിച്ചിട്ട്, നിങ്ങൾ ഫിലിമിന്റെ ആളല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇതിന് പാരലായിട്ട് ചെയ്തുകൂടെ? അപ്പൊ അടൂരിന് ഇതിൽ കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നു. ഒരാള് ഇവിടെ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയ ആളെ കൂട്ടാൻ നോക്കുമ്പം ഒരു കവി വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനൊരു സമ്മേളനത്തിൽ നിങ്ങളൊരു പാരലൽ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യണം. അപ്പൊ അതിന്റെ ചെലവുകളൊക്കെ FACT ചെയ്യും. അങ്ങനെയാണ് അവർ ഫിലിം സൊസൈറ്റി ഒരു ഫിലിം ഫെസ്റ്റിവൽ, കേരളത്തിലെ ആദ്യത്തെ മേജർ ഫിലിം ഫെസ്റ്റിവൽ. അന്ന് ഇങ്ങനൊരു ഈ ബുക്കിന്റെ, എൻ്റെ മലയാളം ബുക്കിന്റെ കവറാണ് ഇതായിരുന്നു. അവരുടെ ബ്രോഷറിന്റെ കവർ, അതായത് ഇത് FACTയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ചിത്രലേഖ ഫിലിം സെവനീർ എന്ന് അടിച്ചിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബൂസ്റ്റ്, അതായത് അന്ന് കേരള സമൂഹം ഇങ്ങനെ പുതിയ എക്സ്പെരിമെന്റുകളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. വെളിയിലൊക്കെ എക്സ്പെരിമെന്റ്സ് നടക്കുന്നു എന്ന് അവർക്കറിയായിരുന്നു. അപ്പൊ നമ്മളുടെ ഇടയിൽ ഒരാളത് ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിലെ സമൂഹം തയ്യാറായിരുന്നു, എഴുത്തുകാർ തയ്യാറായിരുന്നു. അതിനകത്ത് വേറെ ഒരു പ്രിജുഡിസസും ഇല്ലായിരുന്നു, ജാതി മത ഭേദങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. ഫിലിം ഫെസ്റ്റിവൽ അടൂർ വളരെ ക്ലാസിക്കലായിട്ട്
അദ്ദേഹം മിക്ക സിനിമകളും ഫിലിം ഷൂട്ട് കണ്ടല്ലോ. അദ്ദേഹം ഒരു 7-8 സിനിമകൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹം ഫിലിം ഷൂട്ട് വെച്ച് ഉള്ള അദ്ദേഹത്തിന്റെ പല കുറിപ്പുകളും പ്രൊഫസർമാരോടും ഒക്കെ പറഞ്ഞ് ലേഖനങ്ങൾ വരുത്തി ഇതിന്റെ കൂടെ ഒന്ന് ചെയ്തു. ഈ വന്ന 7-8 സിനിമകള് അന്നത്തെ എല്ലാ ജില്ലാ തലസ്ഥാനത്തിലും തിയേറ്റർ വാടകയ്ക്കെടുത്തിട്ട് കാണിച്ചു. എല്ലാ നാഗർകോവിൽ ഉൾപ്പെടെ എല്ലാ ജില്ലാ തലസ്ഥാനത്തെ കൊല്ലത്തും ആലപ്പുഴയും എല്ലാവരും കാണിച്ചു. അത് ഒരു വലിയ ഒരു എക്സൈറ്റ്മെന്റ് കേരളത്തിലെമ്പാടും ഉണ്ടാക്കി. അതിന് കാരണം ഒന്ന്, അന്നത്തെ ഏറ്റവും വലിയ യുവാക്കളുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വായനശാലകളായിരുന്നു. എല്ലായിടത്തും വായനശാലകൾ ഉണ്ടായിരുന്നു, ലൈബ്രറീസ്. അത് ആ കൂട്ടരെ ഈ സിനിമയിലേക്ക്, നല്ല സിനിമയിലേക്ക് ആകർഷിക്കാൻ ഇങ്ങനെയുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ. അതിനൊരു കാരണം എഴുത്തുകാരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ നടക്കുന്നു. ഇതിന്റെ പാരലായിട്ട് നമ്മളുടെ ഇടയിലും അത് സിനിമ അവിടെ പോയി കാണണ്ട, നിങ്ങൾ കൊല്ലത്താണെങ്കിൽ കൊല്ലത്തുകാർക്ക് കാണാം, ആലപ്പുഴക്കാർക്ക് കാണാം, എറണാകുളത്തുകാർക്ക് കാണാം, കോഴിക്കോടുകാർക്ക് കാണാം. അങ്ങനെയാണ് 65-ന് ശേഷം പല ഫിലിം സൊസൈറ്റികളും പലയിടത്തും കൊണ്ടുവരുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നത് കോഴിക്കോടാണ്. അശ്വിനി ഫിലിം സൊസൈറ്റി ചിലവ് കഴിഞ്ഞ വർഷം മരിച്ചു, അദ്ദേഹമായിരുന്നു കൊണ്ടു നടന്നത്. വേറൊന്ന്, ഈ സിനിമകളൊക്കെ, അതായത് സാധാരണ പലരും പറയാറുണ്ട് ഇതിന് മുമ്പേ ഫിലിം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ശരിയാണ്, ഫിലിം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അവർ ചെയ്തത് എന്താണ്, ഒരു സൺഡേയോ സാറ്റർഡേയോ ഇംഗ്ലീഷ് ഫിലിമുകൾ കിട്ടുന്ന, മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സിനിമ എടുത്ത് കാണിച്ച് അത് ഇങ്ങനെ കാണിച്ചിട്ട് പോവാണ്. നമ്മളൊരു നല്ല സിനിമ കണ്ടു എന്നുള്ള ഇത് ഒരു അഭിപ്രായത്തിൽ. പക്ഷെ ഒരു ഫിലിം സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് വളരെ ക്ലാസിക്കലായിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. അതായത് നിങ്ങൾ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സിനിമകൾ കാണിക്കുക, ഏറ്റവും നല്ല സിനിമകൾ കാണിക്കുക. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ അങ്ങനെ അവാർഡ് കിട്ടിയെന്നൊക്കെ പറയാം. അന്ന് അങ്ങനെ അതൊരു ഹരമല്ലായിരുന്നു, അങ്ങനെ ഒരു സീസൺ ആയില്ല. അപ്പൊ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സിനിമ കാണിക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത് സിനിമ എവിടുന്ന് കിട്ടും എന്നുള്ള അറിവ്. അത് ഫിലിം ഷൂട്ട് പഠിച്ച അടൂറിന് അറിയായിരുന്നു എങ്ങനെ എവിടുന്ന് കിട്ടുന്നു. പിന്നെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 59 ഡിസംബറിലാണ്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്താണ് അടൂർ പൂനെയിലുണ്ടായിരുന്നത്. ഈ പൂനെ ഫിലിം ഷൂട്ട് ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു ഇതൊക്കെ. അപ്പം അന്ന് PK നായർ ഫിലിം ആർക്കൈവ് പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. എല്ലായിടത്തുനിന്നും പഴയ സിനിമകളും ഡൽഹിയിലെ NCERTയുടെ ഒരു വിങ്ങിലുണ്ടായിരുന്ന എല്ലാ പഴയ സിനിമകളും നാനു കോദ് നോർത്തും ഒക്കെ അദ്ദേഹം പൂനെയിൽ എത്തിച്ചു. അവിടെ ഒരു ഫിലിം ലൈബ്രറി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ലൈബ്രറിയാണ് ക്രമേണ ആർക്കൈവായിട്ട് പോയത്. അപ്പോൾ ഫിലിം ആർക്കൈവിലെ എന്തൊക്കെ സിനിമയുണ്ടെന്നും, അല്ലെങ്കിൽ പൂനെ ഫിലിം ലൈബ്രറി എന്തൊക്കെയുണ്ട്, ഏതൊക്കെ സിനിമയുണ്ടെന്നും, എവിടെ നിന്ന് കിട്ടണമെന്നും അടൂരിനും PK നായർക്കും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അത് ബാക്കിയുള്ള ഫിലിം ക്ലബ്ബുകാർക്ക് അപ്രാപ്യമായ ഒരു മേഖലയാണ്. അവിടെയാണ് ഫിലിം ക്ലബ്, ചിത്രലേഖ ആദ്യത്തെ ഫിലിം സൊസൈറ്റി എന്ന് പറയാൻ കാരണം. ഇല്ലെങ്കിൽ ഇത് വേറൊരു ഫിലിം ക്ലബ്ബ് പോലെ ആയിപ്പോയിക്കണം. വല്ലപ്പോഴും ശ്രീകുമാർ തിയേറ്ററിൽ ഒരു സിനിമ കാണിക്കുന്നത്. അവര് കാണിച്ചത് ആദ്യത്തെ സിനിമ തന്നെ ഒരു ഹംഗേറിയൻ സിനിമയായിരുന്നു, ആ ഇനാഗുറൽ ഷോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നീട് അത് 16mm, മിക്കവാറും 16mm ഇന്ന് ആർക്കും അറിഞ്ഞുകൂടെ എന്താ 16mm. ഒരു പ്രൊജക്ട്, ചെറിയ പ്രൊജക്ടറിന്റെ പഴയ സിനിമകളൊക്കെ കാണാം. 16mm പ്രൊജക്ടർ, അതൊരു ചെറിയ ടിക് ടിക് സൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇഗ്നോർ ചെയ്ത് നമ്മളൊക്കെ സിനിമ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ എല്ലാ ജില്ലയിലും, അതൊക്കെ എനിക്ക് തോന്നുന്നു ചിത്രലേഖ ഫിലിം സൊസൈറ്റിക്കും ഫിലിം കോപ്പറേറ്റീവിനും ഒരു ബൂസ്റ്റ് കിട്ടി എന്ന് പറയത്തില്ല. അപ്പൊ അങ്ങനെയാണ് ഫിലിം കോപ്പറേറ്റീവ് വരാൻ കാരണം. അന്ന് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ സർക്കാർ വളരെ കൃത്യമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ 10 രൂപ ഇട്ടാൽ സർക്കാർ 100 രൂപ ഇടുമായിരുന്നു ഒരു
ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു അതുകൂടെ അത് അറിയാവുന്ന ആളായിരുന്നു കുളത്തൂർ ഭാസ്കരൻ നായർ. കുളത്തൂർ ഭാസ്കരൻ നായർ അടൂരിന്റെ കൂടെ രണ്ട് സഹപാഠികളായിരുന്നു മധുര ഗാന്ധി ഗ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ അവരുടെ ഒരു പേഴ്സണൽ കെമിസ്ട്രി അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തു. ആ ഫിലിം കോപ്പറേറ്റീവ് ഉണ്ടായി ഫിലിം. അപ്പം പക്ഷേ ഇതിനൊക്കെ അടൂരിന്റെ മനസ്സിൽ പ്രൊഫസർ ബഹദൂർ പറഞ്ഞ ആ ഒരു നിർദ്ദേശം കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന സത്യജിത്രയും അതുപോലെ തന്നെയാണ് ചെയ്തത്. കൽക്കട്ട ഫിലിം സൊസൈറ്റി 47 ഒക്ടോബറിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ ഒരു 50 ലണ്ടനിൽ പോയി ബൈസൈക്കിൾ തീസൊക്കെ കണ്ടു കഴിഞ്ഞ പിന്നെയാണ് അദ്ദേഹം സിനിമ എടുക്കണം, പതർ പാഞ്ചാലി എടുക്കണം. വേറൊരു സിനിമ ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പക്ഷെ പതർ പാഞ്ചാലിയിൽ എത്തിച്ചേർന്നത് അങ്ങനെയാണ് ഫിലിം സൊസൈറ്റി. അതിനിടയ്ക്ക് അദ്ദേഹം സ്റ്റേറ്റ്സ്മാനിലും മറ്റ് പത്രങ്ങളിലും സിനിമയെ പറ്റിയും പുതിയ സിനിമ കൾച്ചറിനെ പറ്റി എഴുതാറുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഒരു മോഡൽ അടൂരിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ബഹദൂറിന്റെ ഏറ്റവും വലിയ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പതർ പാഞ്ചാലി ആയിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം അത് കാണിച്ചാണ് എന്താണ് നല്ല സിനിമ എന്ന് പഠിപ്പിക്കുന്നത്. ഒരു പതർ പാഞ്ചാലി കാണിച്ചായിരുന്നു. ഇതൊക്കെ ഒരു വിദ്യാർത്ഥിയായിരുന്ന അടൂരിന്, അദ്ദേഹത്തിന് അന്നത്തെ സംവിധാനത്തിൽ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയ വിദ്യാർത്ഥിക്ക് ഇതൊക്കെ സ്വായത്തമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇത് എല്ലാ നല്ല സിനിമ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ രചയിതാക്കൾക്കും ഉള്ള ഒരു പ്രശ്നം, അവർക്ക് നല്ല സിനിമകൾ കണ്ടുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അടൂരിനെ സംബന്ധിച്ചോളം പേഴ്സണലി ഇതും ഒരു മാർഗമായിരുന്നു, അപ്ഡേഷൻ. അതായത് ആർക്കൈവിൽ വരുന്ന പുതിയ പുതിയ സിനിമകൾ പി കെ നായർ എഴുതും, ഇങ്ങനെ സിനിമ വന്നിട്ടുണ്ട്, ശരി ഞങ്ങൾ കാണിക്കുന്നു. അപ്പൊ അന്ന് ആർക്കൈവ് ചാർജ് ഒന്നും ചെയ്തില്ല, നിങ്ങൾ തിരിച്ചയച്ചു കൊടുക്കണമെന്നുള്ള ഒരു വ്യവസ്ഥയിലാണ്. അപ്പം അങ്ങനെ എവിടെയുണ്ട് സിനിമ, എവിടെയുണ്ട് സിനിമ എന്ന് അവർക്കറിയായിരുന്നു, അടൂരിനും കൂട്ടാളികൾക്കും അറിയായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെ കാണിക്കണം. അപ്പൊ അദ്ദേഹം തന്നെ വന്നിരുന്നത് പലപ്പോഴും 16mm തിയേറ്ററിൽ 16mm ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. 76 ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സെലിബ്രിറ്റി തന്നെ ആയിക്കഴിഞ്ഞു. സ്വയമേധന അവാർഡൊക്കെ കിട്ടി. ചിത്രലേഖ സ്വന്തമായിട്ട് സ്റ്റുഡിയോ ആക്കുളത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു സെലിബ്രിറ്റി. അദ്ദേഹം ഞാനിപ്പോഴും ഓർക്കുന്നത്, നമ്മളെ പിന്നയത്തിൽ ഉപയോഗിച്ച അതേപോലൊരു ഫിയറ്റ് കാറുണ്ട്. അദ്ദേഹം ഹരിയും കുട്ടിയായിരുന്നു, അശ്വതിയും വരുമായിരുന്നു ജാഗോത്ത് തിയേറ്ററിൽ. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് ജാഗോത്ത് തിയേറ്ററിൽ ഞങ്ങൾ യങ്സ്റ്റേഴ്സ് ഒക്കെ ഒരു മൂലൊക്കെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ അടൂർ അദ്ദേഹത്തിന്റെ കാറിൽ വന്ന് അവിടെ പാർക്ക് ചെയ്യും ജാഗോത്ത് തിയേറ്ററിൽ. താഴെ നികുഞ്ചത്തിൽ നിന്നും അന്ന് അരവിന്ദൻ അവിടെ എത്തിയിരുന്നു. അരവിന്ദൻ, നരേന്ദ്രപ്രസാദ്, ചിലപ്പം മുരളി, ആക്ടർ മുരളി, പത്മകുമാർ, സിനിമ ഒക്കെ സമ്മോഹനമൊക്കെ എടുത്ത പത്മകുമാർ, അവരെല്ലാം കൂടെ നടന്ന് ആ പടികൾ കയറി വരും. അപ്പൊ അങ്ങനെ അത് തിരുവനന്തപുരത്തെ സാഹിത്യവും ഈ സിനിമാ രംഗത്ത് ഈ രംഗത്ത് സാഹിത്യം, തിയേറ്റർ, ഇതിനകത്തുള്ള എല്ലാവരും വൈകുന്നേരങ്ങളിൽ അവിടെ എത്തുമായിരുന്നു. അത് ഞങ്ങളൊക്കെ പറയുമായിരുന്നു, അടൂർ വരുന്നുണ്ടെങ്കിൽ ആ സിനിമ ഒരു മികച്ച തന്നെ ആയിരിക്കും. കാര്യം വെച്ചാൽ അടൂർ അത് ഒരിക്കൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുള്ളി കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇത് മാത്രമല്ല, എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു സംഗതി പിന്നെ ഞാൻ കണ്ടുപിടിച്ചത്, ചിത്രലേഖ ആദ്യകാലത്തിൽ കിട്ടുന്ന സിനിമകളൊക്കെ ചിത്രലേഖയുടെ ഏകദേശം പറഞ്ഞാൽ ഒരു സഹോദര ഫിലിം സൊസൈറ്റി ആയിരുന്നു അശ്വിനി ഫിലിം സൊസൈറ്റി കോഴിക്കോട്. അവർക്ക് അയച്ചു കൊടുക്കും ആ പ്രിന്റ്, നിങ്ങൾ കാണിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചാൽ ഞങ്ങൾ തിരിച്ചയച്ചോളാം. പിന്നെ അശ്വിനി ഫിലിം സൊസൈറ്റി മലബാറിലെ പലർക്കും ഇതുപോലെ ഒരു സിനിമ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറൊരു എടുത്ത് അവർ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് അങ്ങനെ അയക്കും. അപ്പൊ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായി. അങ്ങനെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സിനിമകൾ വ്യാപിച്ചത്. അതിന് ബേസിക് കാരണം വെച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ വായനശാല, ലൈബ്രറി സംസ്കാരമാണ്. ലൈബ്രറിയിലെ ചുറ്റുമുള്ള യങ്സ്റ്റേഴ്സ്, അവിടുത്തെ സാഹിത്യ കുതികൾ, അവർക്ക് മനസ്സിലായി സിനിമയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമാക്കണം. അങ്ങനെയാണ് ഇതിലേക്ക് ഇവരൊക്കെ വരുന്നത്. അപ്പൊ അത്
അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാൻ ഒരു ബാലകൃഷ്ണൻ നായർ എന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 79 പാസ്സായ ഒരാളുടെ ഒരു കളക്റ്റഡ് ആർട്ടിക്കിൾസ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പം പ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം 77 മുതൽ സിനിമയെ പറ്റി അവിടെ കണ്ട സിനിമകളെ പറ്റി, സിനിമയിലെ ഉണ്ടാകുന്ന പുതിയ മൂവ്മെന്റിനെ കുറിച്ച് ഒക്കെ എഴുതാൻ തുടങ്ങി. ഫിലിം കലാകൗമുദിയിൽ ആർട്ടിക്കിൾ വരുമായിരുന്നു. ഫിലിം മാഗസിൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷൻ അവർ തുടങ്ങി. അതിൽ അദ്ദേഹം എഴുതി കള്ളിക്കാട് രാമചന്ദ്രൻ എന്ന ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രോപ്പ് ഔട്ടിനെ ഫിലിം മാഗസിന്റെ ചാർജ് കൊടുത്ത് കൗമുദി ഇരുത്തി. അപ്പൊ അദ്ദേഹത്തിന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇതുപോലെ ബാലകൃഷ്ണൻ നായരെ പോലെയുള്ള ആൾക്കാരെ അറിയാമായിരുന്നു. അവരെ എഴുതാൻ തുടങ്ങി. MF തോമസ്, വിജയകൃഷ്ണൻ, അങ്ങനെ ഷൺമുഖദാസ് സാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഫിലിം എഴുത്തുകളും വരാൻ തുടങ്ങി. അതായത് സിനിമ കാണുക മാത്രമല്ല, അതിനെ അനലൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടായി. അത് പുതിയ ആൾക്കാർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഇത് കഥയെ പറ്റി പറയും, അഭിനയത്തെ പറ്റി പറയും, ക്യാമറയെ പറ്റി പറയും. സിനിമയെ മൊത്തമായിട്ട് കാണുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി. അതും നമ്മുടെ നമ്മുടെ സംവേദനക്ഷമതയെ ബാധിച്ചു എന്ന് പറയാം. വളരെ പോസിറ്റീവായിട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഹിന്ദിയിലെ വളരെ സീരിയസ് ആയിട്ട് എഴുതുന്ന ഒരു സിനിമയെ പറ്റി എഴുതുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ മലയാളം സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ബുക്ക് എന്നോട് ആദ്യം വെച്ച് മലയാളത്തിലാണെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലാണ്. ഇപ്പൊ എനിക്ക് വേണം, ഒരു കോപ്പി വേണം. ഇന്നും എനിക്ക് മെസ്സേജ് അയക്കും, നമ്മൾ എന്നാ ഇരിക്കുന്നത് അതുകൊണ്ട് എന്നുള്ളത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇത്രയും അവാർഡുകൾ മാത്രമല്ല, ഇന്ന് ഞാൻ കേട്ടത് ബോംബെയിലെ OTT-ക്ക് വേണ്ടി എഴുതുന്ന ആൾക്കാരുടെയൊക്കെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ, അത് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ പുതിയ ആംഗിൾ വേണം, പുതിയ ഔട്ട്ലുക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള എല്ലാവരും കാണുന്നത് മലയാള സിനിമയാണ്. കാരണം വെച്ചാൽ അവിടെ ഒത്തിരി എക്സ്പീരിയൻസ് നടക്കുന്ന ആൾക്കറിയാം. അത് നമ്മളൊക്കെ എത്ര മോശം എന്ന് പറഞ്ഞാലും അത് ബാക്കിയുള്ളവർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. കാരണം ഇങ്ങനൊരു ഇതുണ്ട്, നമ്മുടെ വിഷ്വൽ ലാംഗ്വേജ്. മലയാള സിനിമയുടെ ഇപ്പം കൊമേഴ്ഷ്യൽ സിനിമയെ പോലെയുള്ള വിഷ്വൽ ലാംഗ്വേജ്. ഇപ്പം ഇതിന്റെ തുടരും എന്നുള്ള സിനിമ ഞാൻ എത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽ ലാംഗ്വേജ് ടോട്ടലി ഡിഫറെന്റ്. ഇത് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഒരു ഫ്ലോയും വിഷ്വൽ ലാംഗ്വേജും ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു സിനിമ സംസ്കാരത്തിലേക്ക് മലയാളിയെ കൊണ്ടെത്തിച്ചത് ഫിലിം സൊസൈറ്റികളാണ് എന്ന് പറയേണ്ടി വരും. ഫിലിം സൊസൈറ്റി ആസ് എ ഫണ്ടിങ് ഏജൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്തൊരു സ്റ്റേജിലേക്ക് എത്തിയ കാര്യത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ. ഫിലിം സൊസൈറ്റി ആസ് എ ഫണ്ടിങ് ഏജൻസി എന്ന് പറയുന്നത് അതിനുള്ള ഒരു സാമ്പത്തിക ശക്തി ഫിലിം സൊസൈറ്റിയിൽ ഇല്ലായിരുന്നു. പക്ഷേ അതിന് കാരണം ഫിലിം സൊസൈറ്റിയിൽ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് ചിത്രലേഖയുടെ ഫീസ് 100 രൂപ എന്തായിരുന്നു ഒരു വർഷത്തേക്ക്. അപ്പൊ അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള 500 പേര് 100 രൂപ വെച്ച് കൊടുത്താൽ എത്ര ആവും? അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ഫ്രജൈൽ എക്കണോമിയിലാണ് അവര്. അതിനൊരു കാരണം ഹോളുകൾ വളരെ ചീപ്പായിട്ട് അന്ന് കിട്ടിയിരുന്നു. പിന്നെ പ്രൊജക്ഷൻ ഈ ചിത്രലേഖയുടെ കയ്യിലും പലരുടെയും കയ്യിലുണ്ടായിരുന്നു 16mm പ്രൊജക്ടർ. എന്ന് റെഗുലർ തിയേറ്ററിലേക്ക് പോകുന്നു അന്ന് ഫിലിം സൊസൈറ്റിയുടെ എക്കണോമിയുടെ അല്ലെങ്കിൽ അതിന്റെ സാമ്പത്തിക ഘടനയെ നടുവൊടിയുന്ന ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും 16mm പോയത്. അപ്പൊ അങ്ങനെ ഒരു വളരെ വളരെ ലോലമായ ഒരു സാമ്പത്തിക സ്രോതസ്സുകളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. കാരണം ഇതൊക്കെ പാറ്റേണൈസ് ചെയ്ത മിഡിൽ ക്ലാസ് മലയാളിയാണ്, അല്ലാതെ റിച്ച് മലയാളിയല്ല. തിരുവനന്തപുരത്ത് KPP നമ്പ്യാർ കെൽട്രോണിന്റെ ചെയർമാൻ വരുമായിരുന്നു ചിത്രലേഖയിലെ. അദ്ദേഹം വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വരുമായിരുന്നു, KN രാജു വരുമായിരുന്നു. പക്ഷെ ഇവരാരും വലിയ പണക്കാരോ അങ്ങനെയുള്ള ഒരു കക്ഷികളല്ലായിരുന്നു. അപ്പം ഇതൊക്കെ ഒരു മിഡിൽ ക്ലാസ് സാഹിത്യ കുതുകികളുടെയും അല്ലെങ്കിൽ ലൈബ്രറി പോകുന്നവരുടെയും ഒക്കെ ഒരു രംഗമായിരുന്നു. ഇപ്പൊ ജോണിന്റെ ഒഡേസ എന്ന് പറയുന്നത് തന്നെ അതൊരു
ഇപ്പൊ നമ്മൾ ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ ഇപ്പോൾ പറയാം. അത് ജോൺ എന്ന് എന്താണ് ജോണിന്റെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ വെച്ച് അന്ന് നടന്നു പോയി എന്ന് പറയാം. അന്ന് അന്ന് കുറച്ചുപേര് എന്റെ പുറകെ ഇറങ്ങി അത് തന്നെ അതിന്റെ ഷൂട്ട് ചെയ്ത വേണുവിനോടും ഒക്കെ ചോദിച്ചാൽ അറിയാം എന്തൊക്കെ അവരെ സഹിച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണ് അത് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജോണിന്റെ അതില് സിനിമയുടെ സമ്പത്ത് ഇപ്പൊ എനിക്ക് അതുപോലെ തന്നെ ചെയ്ത ഒരു അസാമീസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ എനിക്കറിയാം. അപ്പൊ അവര് പറയുന്നത് അവര് ചെയ്തത് അത് ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു അപ്പീൽ കൊടുത്തു. അങ്ങനെ കുറച്ച് പേര് വന്നു. പക്ഷെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ വന്ന് ഫ്രീ ആയിട്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. ഇപ്പം ജോണിന്റെ കാര്യത്തിലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ പിരിവെടുത്ത് ചെയ്യാവുന്ന ഒരു മാധ്യമം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇതൊരു ടെക്നോളജി മീഡിയമാണ്. നല്ല ക്യാമറ വേണം, നല്ല ക്യാമറമാൻ വേണം, നല്ല അറ്റ്മോസ്ഫിയർ വേണം. ഇതിനൊക്കെ പൈസ ചെലവാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഫിലിം മേക്കർ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ സൊസൈറ്റിയെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ റീക്രിയേഷന് അത് ഇറ്റ് ഡിമാൻഡ്സ് ലോട്ട് ഓഫ് റിസോഴ്സസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുത്തു ചെയ്ത് നമുക്കൊരു ഒരു റൊമാൻറ്റിക് ഐഡിയ ആയിട്ട് ഇത് പറയാമെന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ വളരെ വിഷമമുള്ള സംഗതിയാണ്. ജോണ് അന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ ജോണിന്റെ അമ്മ അറിയാൻ കണ്ടാൽ അറിയാം അതിന്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പലരും അമ്മ അറിയാനെ പറ്റി പറയാം. അമ്മ അറിയാനെ പറ്റി ആരോ ഭാഷാഭൂഷണിയിൽ വരെ എഴുതി. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും നല്ല സൗത്ത് ഇന്ത്യൻ ഫിലിം അങ്ങനെ ഒരു കാറ്റഗറി അവർക്കില്ല. അവർക്കുള്ളത് 10 വർഷം കൂടുമ്പോൾ എല്ലാ ഓൾ ടൈം ഗ്രേറ്റ്സ് സിനിമകളെ കുറിച്ച് ലോകമെമ്പാടുമുള്ള ഫിലിം റൈറ്റേഴ്സിനെയും ഫിലിം ക്രിറ്റിക്സിനെയും സെലക്റ്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനെയും അവർ ഇമെയിൽ അയക്കും. നിങ്ങളുടെ 10 സിനിമ സെലക്ട് ചെയ്യുക, അതിന് കാരണം എഴുതുക. കഴിഞ്ഞ സെലക്ഷനിൽ ഞാനുണ്ടായിരുന്നു. എൻ്റെ ബുക്ക് കൊണ്ട് എന്നെ ആരോ നോമിനേറ്റ് ചെയ്തു. ഇപ്പൊ അതിനകത്ത് കേരളത്തിൽ നിന്ന് അടൂരുണ്ട്, വേറൊരു അശ്വതി ഗോപാലകൃഷ്ണനുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ജോൺ അബ്രഹാം വരുന്നില്ല. ഇന്ത്യയിലെ ഓരോ സിനിമയുള്ള അവിടെ പതേർ പാഞ്ചാലി വർഷങ്ങളായിട്ട്. അപ്പൊ ജോണിനെ കുറിച്ച് ഇങ്ങനെ വലിയൊരു നമ്മൾ അതിശയോക്തി പറയുന്ന ഒത്തിരി സംഭവങ്ങൾ നാട്ടിലുണ്ട്. ജോണിന്റെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നു. എൻ്റെ ചെറിയാച്ചന്റെ ക്രൂരത്വങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ചെറിയാച്ചന്റെ ക്രൂരത്വങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രിവ്യൂവിലെ ഞാനും ഒരു ഭാഗമാക്കായിരുന്നു. സംക്രമണം മാസികയാണ് അന്ന് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്ക് അന്നത്തെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രശ്നങ്ങളും പ്രൊഫഷണൽ പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിനനുസരിച്ച് ഒരു ഡിസിപ്ലിനോടുകൂടി അതിനെ പരിപാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു നഗ്നസത്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ്. ഞാനെപ്പോഴും പറയുന്നത് അത് നല്ല സിനിമയുടെ ഏറ്റവും നല്ല ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇന്ന് IT ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന പോലെ അന്ന് നല്ല സിനിമയുടെ ഏറ്റവും വലിയ ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹം തന്നെയായിരുന്നു. അതറിയണമെങ്കിൽ അദ്ദേഹത്തെ മരിച്ച് അടക്കാൻ പോകുമ്പോൾ പള്ളിയിൽ അടൂരും അരവിന്ദനോടെ പോയി. ഞാൻ അതിനുശേഷം അടൂര് എവിടെ വന്നു ഡൽഹിയിൽ വന്നപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ കാലവും ഏറ്റവും കൂടുതൽ നിങ്ങളുടെയൊക്കെ ഇടയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ജോൺ ആണെന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ മാത്രമല്ല എൻ്റെ ജൂനിയറാണ്. അപ്പൊ എനിക്കത് പോയേ പറ്റത്തുള്ളൂ. ആ ഒരു ഇമേജ്. പിന്നെ മാത്രമല്ല ജോൺ ചെയ്ത എല്ലാ അന്നത്തെ ഫിലിം സൊസൈറ്റികളിലെ ജോൺ ഒരു കത്തിടുക മദ്രാസിലേക്ക്. ഞാൻ കായംകുളത്തൊരു ഫിലിം സൊസൈറ്റി, എൻ്റെ ജന്മനാട് കായംകുളത്തൊരു ഫിലിം സൊസൈറ്റി ഞങ്ങൾ MA പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു. അപ്പൊ അന്ന് ഞാൻ ജോണിനെ വിളിക്കാം, ഒരു എഴുത്തിട്ടും ഞാൻ വരുന്നു. അത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് മദ്രാസ് മെയിലിൽ കായംകുളത്ത് വന്ന് ചടിയേക്കാണ്. ഇതാണ് ജോൺ. അപ്പൊ അന്ന് ഫിലിം സൊസൈറ്റി പുള്ളി പരിചയമുള്ള ആരും കത്തെഴുതി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ടിക്കറ്റ് എടുത്തെങ്കിൽ ഇറങ്ങുക, ബാക്കി നിങ്ങൾ നോക്കിക്കോണം തിരിച്ചു പോകുന്നത്. അതായത് ജോൺ, അതായത് ശരിക്കും
ഞാനത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്, ബാപ്റ്റിസ്റ്റ് ഓഫ് ഗുഡ് ഫിലിംസ് ആണ് ഞാൻ അദ്ദേഹത്തെ പറ്റി എൻ്റെ ബുക്കിന് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. He was really a Baptist of the new film culture in Kerala. അടൂരും അരവിന്ദനും ഒക്കെ നല്ല സിനിമകൾ ഉണ്ടാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി ഇതാണ് നല്ല സിനിമ എന്ന് പറയേണ്ടതായിരുന്നു. പക്ഷെ രണ്ടുപേരുടെയും മണിക്കാളിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ജോൺ പറയുമായിരുന്നു, മണിക്കാള് ഇത് ആഷാദ് കാ എക് ദിൻ അല്ല ഉസ്കി റോട്ടി വളരെ എമോഷണൽ ആയിട്ട് കഥയാണ്, അതിന്റെ എമോഷൻ മുഴുവൻ വാർത്തെടുത്തിട്ട് അയാൾ ഒരു സിനിമ ഉണ്ടാക്കിയെന്ന് പറയും. അത് അടൂരിനെ പറ്റിയും അങ്ങനെ പലതും പറയും, അരവിന്ദനെ പറ്റിയും പറയും. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ഇൽവിലും ഇല്ലാതെ ഉസ്കി റോട്ടിയിലെ ഒരു ഷോട്ടിൽ അഭിനയിച്ചിട്ടുണ്ടോ തോന്നുന്നു. ഒരു ഉസ്കി റോട്ടിയില് അദ്ദേഹം ഒരു യാചകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ വേഷമുഖ്യാദികൾ അതുകൊണ്ട് പുള്ളിയോട് ഇരുന്നു. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം. അത് നല്ല സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് പുള്ളിയുടെ ജീവിതം തന്നെ. ഒരു സിനിമ കഴിഞ്ഞുള്ള ഒരു സിനിമയും കഥയും അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് വേൾഡ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നമ്മുടെ പോലുള്ള ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിൽ അങ്ങനെ അദ്ദേഹത്തിന് മെന്റർ ചെയ്യാൻ ആളില്ലാതെ പോയി. മെന്റർ ചെയ്യാൻ രവീന്ദ്ര ജനറൽ പിക്ചേഴ്സ് രവിയെ പോലുള്ള വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഒരു രീതിയിലായിപ്പോയി. അതായത് ജനറൽ പിക്ചേഴ്സ് രവി 3 പേരെ ഫിനാൻസ് ചെയ്തു. അരവിന്ദനെ അടൂരിനെ മാത്രമല്ല, ഇന്ത്യയുടെ മഞ്ഞും ഫിനാൻസ് ചെയ്തത് ജനറൽ പിക്ചേഴ്സ് രവിയാണ്. അപ്പൊ അതിന് നിന്നുകൊടുക്കാൻ ആളെ കിട്ടാതെ പോയി, ജോണിനെ കിട്ടാതെ പോയി എന്ന് പറയത്തില്ലേ. നിന്നുകൊടുത്തെങ്കിൽ അദ്ദേഹത്തിനും എന്താണ് അന്നൊക്കെ ഈ സിനിമക്കൊക്കെ 1-2 ലക്ഷം രൂപയാണ്. അന്നത്തെ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് 3-4 ലക്ഷമേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള സിനിമയ്ക്ക് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം. കൊടിയേറ്റം എനിക്ക് തോന്നുന്ന 1 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണ ചെലവുണ്ടായ സിനിമ അത് 10 ലക്ഷം വരെ അവര് തിയേറ്ററിലോടി ടെലിവിഷൻ റൈറ്റ്സ്, ഫോറിൻ റൈറ്റ്സ് ഒക്കെ ആയിട്ട് കിട്ടി. അങ്ങനെയാണ് ചിത്രലേഖ ഫിലിം സ്റ്റുഡിയോസ് തന്നെ ആ കുളത്ത് ഉണ്ടായത്. അപ്പൊ ഇതിനൊക്കെ എന്താണ് കാരണമായി ഇരുന്നത് ചിത്രലേഖ ഫിലിം സൊസൈറ്റി ആയിരുന്നു. ഫിലിം സൊസൈറ്റി എന്നുള്ള എന്താ പറയത്തില്ലേ, നമ്മൾ അന്നത്തെ എന്നൊരു മൂവ്മെന്റ് ആയിരുന്നു ഇതിനെയൊക്കെ ജനങ്ങളിലേക്ക്, അതായത് സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവർ പിന്നെ അത് അവാർഡ് സിനിമ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അത് ഒരു കാര്യം ഓർക്കോ, സ്വയംവരം ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഒരാഴ്ചക്കകം തിയേറ്ററിൽ നിന്ന് പോയി. അവാർഡ് കിട്ടിക്കഴിഞ്ഞ് അത് ഞാൻ കേട്ടത് 2 ആഴ്ച ഓടി. പുറത്തൂർ ഭാസ്കരൻ നായർ എൻ്റെ അടുത്ത് പറഞ്ഞ അവർ അവാർഡ് മേടിക്കാൻ പോയപ്പോൾ ഫിലിം ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും എടുത്ത 1.5 ലക്ഷത്തിന്റെ ലോൺ അത് അടയ്ക്കാൻ വേണ്ടിയുള്ള ചെക്കുമായിട്ടാണ് പോയത്. അത് മാത്രമല്ല, ഞാൻ കേട്ടത് ഫിലിം ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് ലോൺ എടുത്ത മണിക്കാളും കുമാർശാനയും ബാക്കിയുള്ളവരും ഒന്നും തിരിച്ചടച്ചിട്ടില്ല. തിരിച്ചടച്ചിട്ടുള്ളത് ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് മാത്രമാണ്. അതിന് കാരണം ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവിന് മുമ്പേ ചിത്രലേഖ ഫിലിം സൊസൈറ്റി എന്ന പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവരാണ് ആ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനക്കാരാണ് ഇങ്ങനെയുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ചർച്ചയാക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 60-ാം വർഷത്തിൽ അവരെയൊക്കെ ഓർക്കേണ്ടതും അവരെയൊക്കെ ആദരിക്കേണ്ടതും. അതുകൊണ്ട് വേണ്ട മാത്രമാണ് ഇങ്ങനൊരു സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമാണ്. അതിൽ ചിത്രലേഖയായിരുന്നു തുടങ്ങി വെച്ചത്. ബാക്കി പലരും പറയാം ഞങ്ങൾ കോട്ടയത്ത് ഇത് കാണിച്ചു, തിരുവനന്തപുരത്ത് ഇത് കാണിച്ചു. ശരിയാണ്, അങ്ങനെ ഇന്ത്യയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂര് ന്യൂസ് പേപ്പർ ബോയ് എന്നൊരു സിനിമ, അത് നമ്മുടെ ദിസിക്ക നമ്മുടെ ബൈസൈക്കിൾ തേഴ്സ് പോലെ ഒരു സിനിമയാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെ. പക്ഷെ അതുപോലും അന്ന് അങ്ങനെ ഒരു സാഹിത്യ അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് പേഴ്സൺ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തോന്നി എന്നുള്ള ഇതാണ്. അതിന് കാരണം ഇങ്ങനെ നഗർപാഞ്ചലി നടക്കുന്നു, അതിനെപ്പറ്റി നമ്മൾ കേൾക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കൾച്ചർ, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായി വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിലേക്ക് അതിനെ കൊണ്ടുവന്നത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമാണ്. അതാണ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
പ്രത്യേകിച്ച് 65 കേരളത്തിൽ ഇത്രയും വ്യാപകമായി വരാൻ കാരണം 65 ഈ അഖിലേന്ത്യാ എഴുത്തുകാരുടെ സമ്മേളനത്തിന് പാരലായിട്ട് ഒരു ഫിലിം ഫെസ്റ്റിവൽ അന്ന് കാണിച്ച ബുക്ക് ഇതൊക്കെ ഞാനത് അത് വായിച്ചു തരാം. എൻ്റെ ബുക്കിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചിത്രലേഖ കാണിച്ചത് ലാൻഡ് ഓഫ് ഏഞ്ചൽസ്, മലാഖമാരുടെ നാട് എന്ന ഹംഗേറിയൻ ചിത്രമായിരുന്നു. ടൂറിംഗ് ഫെസ്റ്റിവലിൽ അന്ന് കാണിച്ച 1 വീക്ക് ഫെസ്റ്റിവലിൽ കാണിച്ച സിനിമകൾ ക്രെയിൻസ് ആർ ഫ്ലൈയിങ്, റഷ്യൻ ഫിലിം, ബാലാഡ് ഓഫ് എ സോൾജിയർ, അഗൈൻ റഷ്യൻ ഫിലിം. ഇതൊക്കെ ഇന്ന് മോസ് ഫിലിമിന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. റൊമാൻ പൊളാൻസ്കിയുടെ നൈഫ് ഇൻ ദ വാട്ടർ, ജെറി കവലറോവിസ് പോളിഷ് ഫിലിം നൈറ്റ് ട്രെയിൻ, ഹെൻറി ജോർജ് ക്ലോസോസ് ഫ്രഞ്ച് ഫിലിം ലാ വെറൈറ്റി, ലാസോ റാൻഡീസ് ഹംഗേറിയൻ ഫിലിം സ്കൈലാർക്ക്, റോബർട്ടോ കവാലനീസ് മെക്സിക്കൻ ഫിലിം മക്കാരിയോ, സത്യജിത് റേസ് ദേവി, ഋതിക് ഘട്ടക് മേഘ ദാക്കേദാര. ഈ ഇത്രയും ഫിലിംസ് ഫെസ്റ്റിവൽ, അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും കാണിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഇതിനെപ്പറ്റി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. അന്ന് മേഘദാക്കേദാരയൊക്കെ അന്നത്തെ ഹിറ്റുകളാണ് ആ സമയത്ത് 59, 57. അപ്പൊ അത് 65 7-8 വർഷത്തിന് ശേഷം കാണിക്കുന്നു. പക്ഷെ അതിനൊരു നോവൽറ്റി ഇന്നും ഉണ്ട് കാണുമ്പോൾ. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്താണ്. ഇത് മാത്രമല്ല, അന്നൊക്കെ മലയാള സിനിമ മുഴുവൻ നിർമ്മിക്കപ്പെടുന്നതും അതിന്റെ ആൾക്കാരൊക്കെ ഉള്ളതും മദ്രാസിലായിരുന്നു. അപ്പൊ അവരെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ അത് ഫിലിം സൊസൈറ്റി, അതിനുവേണ്ടിയാണ് ചിത്രലേഖ ഫിലിം സ്റ്റുഡിയോ അവർ തുടങ്ങിയത്. പക്ഷെ ഫിലിം സ്റ്റുഡിയോ തുടങ്ങി ഇത് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു 71 to 76, 5 വർഷം. അന്ന് അദ്ദേഹം ഈ മൂവ്മെന്റിനെ കൈയച്ച് സഹായിച്ചിരുന്നു. അദ്ദേഹം തന്നെ ചിത്രലേഖയുടെ സ്ക്രീനിങ്ങിലെ പുറകില് അദ്ദേഹം ഓഫീസ് വിളിച്ച് പറയും, ഇന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്, ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടേ എത്തത്തുള്ളൂ, പക്ഷെ പുറകിൽ 2-3 സീറ്റ് ഇട്ടേക്കണം. അങ്ങനെ ടാഗോർ തിയേറ്ററിന്റെ പുറകിൽ ഇടും. അപ്പൊ അതുവരെ ടാഗോർ തിയേറ്ററിന്റെ 35mm ഇത് പ്രൊജക്ടർ ചിത്രലേഖയുടെ ആയിരുന്നു, ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പൊ മുഖ്യമന്ത്രി വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓഫീസേഴ്സിനൊക്കെ ഉത്സാഹമായി. അവര് ചിത്രലേഖക്കാരോട് പറഞ്ഞു, നിങ്ങളെ എടുത്തു, ഞങ്ങള് 35mm. അങ്ങനെ തന്നെ ടാഗോർ തിയേറ്റർ തന്നെ അതൊരു നാടകത്തിന് വേണ്ടിയും സമ്മേളനത്തിന് വേണ്ടിയും ഉണ്ടാക്കിയ ഒരു ഹോളായിരുന്നു. അത് ഇന്ന് ടാഗോർ തിയേറ്റർ അറിയപ്പെടുന്നത് IFKയുടെ മെയിൻ വെന്യൂ ആയിട്ടാണ്. ഇതിന് തുടക്കം കുറിച്ചത് ചിത്രലേഖയായിരുന്നു. അതിന് കാരണം അന്നത്തെ ഈ അച്യുത മേനോൻ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായി. അതായത് സർക്കാരിന്റെ ഒരു മുഖ്യമന്ത്രി പോയി കഴിഞ്ഞാൽ അന്നത്തെ ഇൻഫർമേഷൻ പബ്ലിസിറ്റി ഡിവിഷൻ മൊത്തം ഇതിനകത്ത് ഏറ്റെടുത്തു. അവരുടെ കീഴിലായിരുന്നല്ലോ ആ ഹാള്. അപ്പൊ അത് അങ്ങനെ ചിത്രലേഖയുമായിട്ട് അവർക്ക് പ്രശ്നമുണ്ടായി. ചിത്രലേഖ നിങ്ങളല്ല ഞങ്ങളാണ് നടത്തുന്നുള്ള മട്ടിലായി. അപ്പൊ അങ്ങനെ ചിത്രലേഖ അവസാനം ഞാൻ കേട്ടത് YMCAയുടെ മേളത്തെ ഓപ്പൺ ഹാളില് അവിടെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ അന്ന് MF തോമസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ സ്ക്രീനെ വലിച്ചു കെട്ടിയായിരുന്നു, കാറ്റത്ത് അത് ആടുമായിരുന്നു എന്താ പറയുന്നത്. അപ്പൊ നമ്മളെ ഇമേജസും ആടുമായിരുന്നു അനുസരിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ഇൻവോൾവ് ആയിട്ട് ഒരു കൾച്ചറിലാണ് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉണ്ടായത്. അത് ഇപ്പം കട്ടപ്പനയിൽ ഒരു ഫിലിം സൊസൈറ്റി സക്സസ്ഫുൾ ആയിട്ട് എത്രയോ വർഷങ്ങൾ നടക്കും, ഇടുക്കിയിലെ കട്ടപ്പനയിൽ. അപ്പൊ അങ്ങനെ ഒരു തിരികൊളുത്തുവാൻ ഈ ചിത്രലേഖ പ്രസ്ഥാനത്തിന് അടൂരിനും കഴിഞ്ഞു. അതിന് ഒരു കാരണം 72-ലെ അടൂരിന് കിട്ടിയ അവാർഡുകളാണ്. 4 ദേശീയ അവാർഡുകൾ. കാരണം ഒരിക്കലും ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. അപ്പൊ അതോടുകൂടി ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് വേറൊരു മാനം കിട്ടി, അക്സെപ്റ്റബിലിറ്റി കിട്ടി. അതൊരു എന്താണ്, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് താല്പര്യമുള്ളവരാണെങ്കിൽ ഫിലിം സൊസൈറ്റിയിലെ മെമ്പറായിരുന്നു. അത് തിരുവനന്തപുരത്താണ്. ചിത്രലേഖയുടെ ഫിലിം മെമ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ഞങ്ങളെ പോലുള്ളവർക്കൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു.
അപ്പൊ അങ്ങനെയാണ് അത് എല്ലാ സിറ്റിയിലും അങ്ങനെ വന്നു. അപ്പം തിരുവനന്തപുരത്തെ ചിത്രലേഖയും ചലച്ചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1000 മെമ്പേഴ്സ് അന്നൊക്കെ ഉണ്ടായിരുന്നു. ചലച്ചിത്ര ISROക്കാരാണ് തുടങ്ങിയത്, പക്ഷെ അവരുടെ കുടുംബങ്ങളും എല്ലാം വരുമായിരുന്നു. ചിത്രലേഖയാണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള സാഹിത്യകാരന്മാരും തിയേറ്റർ ആൾക്കാരും വിദ്യാർത്ഥികളും ഇങ്ങനെ സിനിമയെ താല്പര്യമുള്ളവരും ഒക്കെ. പിന്നെ മാത്രമല്ല അവിടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ്, ബാങ്ക് എംപ്ലോയീസ്, ഇവരൊക്കെ ഇതിന്റെ ഒരു ആൾക്കാരായിരുന്നു. അപ്പം ചിത്രലേഖയുടെ അവസാനത്തെ സെക്രട്ടറി ഈയിടെ മരിച്ച CG ഫിലിപ്പ്, തൃശ്ശൂർക്കാരനായിരുന്നു. അല്ല, തൃശ്ശൂരല്ല, പുള്ളിക്കൊണ്ടരക്കാരനാണ്. തൃശ്ശൂരായിരുന്നു വീട്. മരിച്ചത് കൊച്ചിയിലാണ്. അദ്ദേഹം കാനറ ബാങ്കിലെ ഒരു ഓഫീസറായിരുന്നു. ചിത്രലേഖയുടെ അവസാനത്തെ സെക്രട്ടറി CG ഫിലിപ്പായിരുന്നു. അതിനു മുമ്പേ നമ്മുടെ MF തോമസ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ്. തിരുവനന്തപുരത്തെ 80s ഞാൻ ഡൽഹിയിൽ എത്തിയ പിന്നെ ഞാൻ കേട്ടത് തോമസ് ഐസക് ചിത്രലേഖയുടെ സ്ഥിരം, പിന്നെ മന്ത്രിയായ തോമസ് ഐസക്, അതുപോലെ ആർക്കിടെക്ട് ശങ്കർ, ഇവരൊക്കെ ആയിരുന്നു അതിന്റെ മെയിൻ സ്റ്റേ എന്ന് പറയാം 80s. അതായത് ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് അടൂർ വിട്ടു, സ്വന്തമായിട്ട് എലിപ്പത്തായം ഒക്കെ എടുക്കാൻ തുടങ്ങി. ചിത്രലേഖ 5 വർഷം കൂടെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഈ എല്ലാ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലെ ഇന്ത്യയിൽ എമ്പാടും നടന്ന ഒരു സംഗതിയുണ്ട്. 70s ആയിരുന്നു അതിന്റെ ഏറ്റവും വലിയ മുന്നേറ്റം. 80s വീഡിയോ വരാൻ തുടങ്ങിയതോടുകൂടി, നാഷണൽ ടെലിവിഷൻ വന്നതോടുകൂടി ഇതിന്റെ ഒരു ഡൗൺ സൈഡ്, അത് ആൾക്കാർക്ക് സിനിമ കാണാനും വൈകുന്നേരത്തെ സമയങ്ങൾ ചെലവഴിക്കാൻ വേറെ അവന്യൂസ് ഒക്കെ ഉണ്ടായി തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മാറിക്കൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ പോയി കാണാം. അപ്പൊ ഈ ഒരു ഫെസിലിറ്റി, അത് എന്തായിരുന്നു ഫിലിം സൊസൈറ്റിയുടെ അന്നത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ? നിങ്ങൾക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയാത്ത സിനിമകൾ അവർ പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് കാണിച്ചു. അതായത് ഇറ്റ്സ് എൻ എക്സ്ക്ലൂസീവ് ക്ലബ്. ഞാൻ എൻ്റെ ആദ്യത്തെ റോഷമോൻ എന്ന സിനിമ കാണുന്നത് എൻ്റെ BSc സെക്കൻഡ് ഇയറിലെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തലേ ദിവസം വൈകുന്നേരം ആദ്യമായിട്ട് എഞ്ചിനീയേഴ്സ് ഹാൾ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എങ്ങനെ പോകും, നാളെ പരീക്ഷയാണ്, എങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് മൊത്തം ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്ന് നമ്മുടെ ലിറ്ററേച്ചറിന്റെ വരാവുന്ന സബ്ജക്റ്റുകൾ മുഴുവനും വായിച്ച് ഒരു 6:30 ആയപ്പോൾ, 6:30ക്കാണ് ഷോ, 6 മണിയായപ്പോൾ ഞാൻ നടന്ന് അവിടെ എത്തി. അത് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തി, പിന്നെ വായന തുടങ്ങി. അപ്പൊ വെച്ചാൽ റോഷമോൻ നമ്മളെ ഇത്രയും കേട്ടിരിക്കുന്നു. റോഷമോൻ ഇനി എന്ന് കാണും എന്ന് യാതൊരു ഇതുമില്ല. ആ റോഷമോനെ എനിക്ക് തോന്നുന്നത് അരവിന്ദൻ കണ്ടു കാണും. പക്ഷെ അരവിന്ദൻ അന്ന് ആ ഷോയ്ക്ക് അരവിന്ദനും ഉണ്ടായി. എന്നുവെച്ചാൽ അങ്ങനെ കാണാൻ കിട്ടുന്ന അപൂർവമായിരുന്നു. അപ്പൊ ഇന്നത്തെ പോലെ ഈ ആക്സസ് എന്ന് പറഞ്ഞ ഒരു സംഗതി, ഫ്രീ ആക്സസ് നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 70s 80s അതില്ലായിരുന്നു. 90s കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സസ് കൂടാൻ തുടങ്ങിയത്. നല്ല സിനിമകളും നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. പക്ഷെ ആക്സസിന്റെ ഒരു പ്രശ്നം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇന്ത്യയുടേതാണ്. ഇത് ഇപ്പൊ ചിത്രലേഖയുടെ ഒരു സ്ക്രീനിങ് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അടൂർ ഗോപാലകൃഷ്ണനൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. ആക്ടർ ഗോപി, MF തോമസ്, വിജയകൃഷ്ണൻ, ഇതെല്ലാം ഒരു ചെറിയ സംഘമായിരുന്നു. അവര് അന്ന് ബസ്സിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. വഴുതക്കാട് ബസ് സ്റ്റോപ്പിൽ നടക്കുന്നതിന് വരെ ചർച്ച ആ സിനിമയെ കുറിച്ച്. അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ചർച്ച. അത് കഴിഞ്ഞിട്ടാണ് അവർ എഴുതുന്നത്. അതായത് 3 ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു സിനിമയുടെ ഇംപ്രഷനെ പറ്റി ഒരു അരമണിക്കൂറെങ്കിലും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ അവർ എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. പിന്നെ മാത്രമല്ല, ഞങ്ങളൊക്കെ സിനിമയെ പറ്റി എഴുതാനും ഇങ്ങനെ ഉള്ള താല്പര്യം ഉണ്ടായത് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള ചർച്ചയിലൂടെയാണ്. ഇപ്പം ഈ സിനിമ കണ്ടിട്ട്, ഇപ്പം ഞാൻ ഈയിടെ ഒരു സിനിമ കണ്ടിട്ട് ഇതിനെപ്പറ്റി എന്ത് പറയുന്നു തോമസ് ചോദിക്കും. ഇത് പലവരാണ് വിജയകൃഷ്ണനോട് ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണോ ഇത് ബാക്കിയുള്ളവരെ മനസ്സിലാക്കി? ആ ഒരു ഇതില്ലേ,
ഒരു കമ്പാരിസൺ, പിയർ റിവ്യൂ എന്ന് പറയുന്ന സംഗതി, അത് ഫിലിം സൊസൈറ്റി അതിന് ഒരു ഫോറമായിരുന്നു. അതായത് നമ്മളുടെ ഫിലിം സംവേദനക്ഷമതയെ പരിപോഷിക്കുന്ന ഒരു ഇടമായി ഫിലിം സൊസൈറ്റികൾ നിന്നിരുന്നു. അത് ലൈബ്രറിയിലും അതുപോലെയായിരുന്നു. ബുക്ക് വായിച്ചിട്ട് അവിടെ ഡിസ്കഷൻസ് ഉണ്ടാകാറുണ്ട്, ഇൻഫോർമലും ഫോർമലും ഡിസ്കഷൻ ചെയ്യാറുണ്ട് എല്ലാ വായനശാലകളിലും. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ഫിലിം സൊസൈറ്റികൾ. അപ്പൊ ആ ഒരു സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ്. അതിൽ അടൂരാണ്. അതിന് കാരണം ഇതാണ്, അദ്ദേഹത്തിന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ട്രെയിനിങ് ആണ്. അദ്ദേഹത്തിന് അറിയായിരുന്നു എങ്ങനെ സത്യജിത്രയെ തൻ്റെ സിനിമകളെ ഒരു സംഭവമാക്കി ബംഗാളിലെ കൾച്ചറൽ മൊസൈക്കിന്റെ പാർട്ടാക്കി മാറ്റിയെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് അദ്ദേഹം കേരളത്തിനും ചെയ്തത്. അതുകൊണ്ട് ഇന്നും മലയാളിയുടെ സിനിമയെ പറ്റിയുള്ള സങ്കല്പം, സിനിമ വിഷ്വൽ ലാംഗ്വേജ് എന്താണ് എന്നുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബാലകൃഷ്ണൻ നായരുടെ ആ ബുക്ക് വായിച്ചാൽ അറിയാം. ബാലകൃഷ്ണൻ നായർ പറയുന്നത് ഡിജിറ്റൽ വേൾഡിന്റെ ബേസിക് വിഷ്വൽ സെൻസ് എല്ലാം കൊണ്ടുവന്നത് സിനിമയിൽ നിന്നാണ്. അത് പല എഴുത്തുകാരും, റഷ്യൻ മനോവിച്ച് എന്ന് പറഞ്ഞൊരു റഷ്യൻ എഴുത്തുകാരനുണ്ട് ഇതിനെപ്പറ്റി. അദ്ദേഹം പറയുന്നത് ഇതിന്റെ ബേസിക് വിഷ്വൽ ലാംഗ്വേജ് കൊണ്ടുവന്നത് സിനിമയാണ്. ഇപ്പം റീൽസ് ഉണ്ടാക്കുവാണെങ്കിൽ അവരെന്താണ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് കൊടുത്ത് എടുക്കുകയാണ്. അത് തന്നെയാണ് സിനിമ അങ്ങനെയാണല്ലേ സിനിമ തുടങ്ങിയത്. ആദ്യം ട്രെയിനെ കാണിച്ചു, വരുന്ന ട്രെയിനെ കാണിച്ചു, അങ്ങനെയുള്ള ഒരു വിഷ്വൽ സംസ്കാരം, ഡിജിറ്റൽ വിഷ്വൽ സംസ്കാരം ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിന്റെ പ്രാഗ്രൂപമായിരുന്നു സിനിമ. അതെങ്ങനെ നന്നായിട്ട് കാണിക്കാം എന്നുള്ള ഒരു ഫോറം ആയിരുന്നു ഫിലിം സൊസൈറ്റികൾ. അതിലെ ഏറ്റവും നല്ല സംവേദനക്ഷമത ഉള്ള ആൾക്കാരായിരുന്നു ഈ ഫിലിം സൊസൈറ്റികളെ കൊണ്ടുവന്നത്. ആ സംസ്കാരത്തിന്റെ പ്രയോക്താക്കളായിരുന്നു ഫിലിം സൊസൈറ്റികളും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അതിന്റെ അക്കാഡമിക് ഇതാണെങ്കിൽ അതിന്റെ പബ്ലിക് ആമായിരുന്നു ഫിലിം സൊസൈറ്റികൾ. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പോലും 2014 വരെ എല്ലാ വർഷവും 15 ലക്ഷം രൂപ FFSIക്ക് ഫണ്ടായിട്ട് കൊടുക്കുക. ഇപ്പൊ കേരളത്തിൽ 50 ലക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ, അന്ന് എത്ര വർഷമായി 15 ലക്ഷം രൂപ. പിന്നെ മാത്രമല്ല FFSI തുടങ്ങിയപ്പോൾ ഫോറിൻ ഫിലിംസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡോളർ അലവൻസും കൊടുക്കുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ ഫിലിം സൊസൈറ്റികളുടെ എല്ലാ സിനിമകളും എന്റർടൈൻമെന്റ് ടാക്സിൽ നിന്നും അതുപോലെ സെൻസർഷിപ്പിൽ നിന്നും എക്സംപ്റ്റഡ് ആയിരുന്നു. അതിന് കാരണം ഇന്ദിരാഗാന്ധി ഇൻഫർമേഷൻ മിനിസ്റ്റർ ആക്കുമ്പോഴാണ് അവർ ചെയ്തത്. അത് ഒരു കാരണം അന്ന് നമ്മളുടെ കോൾഡ് വാർ എന്താണെന്ന് ആർക്കും പറഞ്ഞാൽ അറിയത്തില്ല. അന്ന് സോവിയറ്റ് യൂണിയനും അമേരിക്കയും രണ്ട് ചേരികളായി തിരിഞ്ഞ് ബാക്കിയെല്ലാ രാജ്യങ്ങളിലും തങ്ങളുടെ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു രംഗത്തെ ഒരു സിനോറിയോ ആയിരുന്നു കോൾഡ് വാർ എന്ന് പറഞ്ഞിരുന്നത്. അന്ന് സിനിമ, അതുകൊണ്ടാണ് ഫിലിം സൊസൈറ്റികൾക്കൊക്കെ ഫ്രീ ആയിട്ട് സോവിയറ്റ് സിനിമകളും ഈസ്റ്റേൺ യൂറോപ്യൻ സിനിമകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അത് എംബസികൾ അതൊരു കൾച്ചറൽ വെഹിക്കിളായിട്ട് കണ്ട് ഫ്രീ ആയിട്ട് സിനിമ കൊടുക്കുമായിരുന്നു. FFSI യൂണിറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ സെൻസർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം അത് കൊണ്ടുവന്നു. അതാണ് സർക്കാരും അംഗീകരിച്ചത്. അപ്പൊ അങ്ങനെ ഫിലിം സൊസൈറ്റികൾക്ക് മാത്രം ഒരു എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ആയിരുന്നു. അതൊരു പ്രശ്നങ്ങളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേര് അൺസെൻസേർഡ് സിനിമകൾ കാണാൻ വേണ്ടി ഫിലിം സൊസൈറ്റിയുടെ മെമ്പർ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഞാൻ ഡൽഹി കണ്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു സെക്ഷൽ സീൻ ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോകും, പകുതി പേര് ഇറങ്ങിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സെക്സ് സീൻസ് കാണിക്കാൻ വേണ്ടി അല്ലായിരുന്നു. അത് കൊണ്ടുവന്ന നല്ല സിനിമകളെ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ, നിങ്ങൾ സെൻസർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതൊരു തരത്തിൽ പറഞ്ഞാൽ തലവേദനയായിരുന്നു കുറെ നാളത്തേക്ക്. പക്ഷേ ഈ വീഡിയോയും ഡിജിറ്റൽ മീഡിയയും ഫോൺ സൈറ്റ്സും ഒക്കെ വന്ന പിന്നെ അതിന്റെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ആർക്കും എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഫിലിം സൊസൈറ്റി മെമ്പർ ആണെങ്കിൽ അതിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഓവറോൾ സിനിമ കൾച്ചറിന്റെ പ്രയോക്താക്കളായിരുന്നു, നല്ല സിനിമ കൾച്ചറിന്റെ പ്രയോക്താക്കളായിരുന്നു. അതും ലോകത്തിലെ ഏറ്റവും നല്ല എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ നല്ല പരീക്ഷണങ്ങൾ, നല്ല ക്രിയേറ്റീവ്
ആയിട്ട് അംഗീകരിക്കപ്പെട്ട സിനിമകൾ കാണിക്കുന്ന ഇടമായിട്ട് ഫിലിം സൊസൈറ്റികൾ ഇന്നും നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ ഇന്ന് എന്തൊക്കെയാണ് സിനിമ കാണിക്കുന്നത് എന്നുള്ള ഒരു നമുക്ക് ആർക്കും എനിക്ക് തോന്നുന്നത് FFSI കേരളമോ ഇതുപോലെ അസോസിയേഷൻ ഓഫ് കേരള ഫിലിം സൊസൈറ്റീസ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി എല്ലാ ഫിലിം സൊസൈറ്റികളുടെയും പ്രോഗ്രാം അതിനകത്ത് ഇടേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മൾ അന്നേരം നമുക്കറിയാൻ പറ്റും എന്തൊക്കെ സിനിമയാണ് ആരെ കാണിക്കുന്നു, എങ്ങനെ ആൾക്കാർ അതിനെ എടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഒരു ഏകദേശ രൂപം കിട്ടാൻ കഴിയും. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അത് എനിക്ക് തോന്നുന്നത് ഈ FFSIക്കൊക്കെ ഒരു ഓൺലൈൻ ഡിസ്കഷൻ ഫോറം തന്നെ തുടങ്ങാവുന്നതാണ്. അത് അവര് ഈ പ്രശ്നം എന്ന് വെച്ചാൽ അത് യങ്സ്റ്റേഴ്സ് കൂടുതൽ വരാതെ നടക്കത്തില്ല. എന്ന് വെച്ചാൽ പല 50-നും 60-നും വയസ്സിന് മേളിലുള്ള പല ഈ നേതാക്കന്മാർക്കും ഈ ഡിജിറ്റൽ മീഡിയമായിട്ട് അത്ര വലിയ പരിചയമില്ല. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഡിജിറ്റൽ മീഡിയ ആയിട്ട് ആശിഷിനെ പോലുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡിസ്കഷൻ ഫോറംസും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഡിജിറ്റൽ ഫിലിം ഡിസ്കഷൻ ഗ്രൂപ്പുകളിലേക്ക് ഫിലിം സൊസൈറ്റി കേരളത്തിലെയും ഇന്ത്യയുടെയും ഫിലിം സൊസൈറ്റി മൂവ്മെന്റ് എന്താണ് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് ഈ 60 years സെലിബ്രേഷനിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സാഹിത്യകൃതി എടുത്ത് അത് അഭ്രപാളികളിൽ ആക്കി കഴിഞ്ഞാൽ അത് നല്ല സിനിമ എന്ന് പറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മൾ സിനിമയെ കാണുന്നത് സാഹിത്യകൃതിയോ അല്ലെങ്കിൽ നാടകമോ എഴുത്തോ കഥയോ ആയിട്ടല്ല. ഇന്ന് നമ്മളൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് പോകുന്നത്. താങ്ക് യു അങ്ങനെ